ശ്രീ കെ പി നൗഷാദ് അലി, ഇന്ന് കേട്ട ഏറ്റവും വലിയ ന്യായീകരണം എന്ന് പറയുന്നത്, അല്ല, കെ ശൈലജ ടീച്ചർ നല്ല പ്രായമുള്ളൊരു സ്ത്രീയാണല്ലോ, അപ്പം അതുകൊണ്ട് ആരും പോൺ വീഡിയോ നിർമ്മിക്കാൻ പോകില്ല എന്നാണ് കെ എസ് ഹരിഹരൻ ഉദ്ദേശിച്ചത് എന്നാണ് വ്യക്തിപരമായി പലരും പങ്കുവച്ചൊരു ന്യായീകരണമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പറയേണ്ടത്, അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ പറയേണ്ടത്, കേരളത്തിലെ ഏറ്റവും പക്വതയുള്ള അല്ലെങ്കിൽ ഏറ്റവും തലമുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പോൺ വീഡിയോ ഉണ്ടാക്കുന്നതല്ല UDFന്റെ രാഷ്ട്രീയ ബോധ്യം. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്ന് ആരെങ്കിലും പടച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ UDF താങ്ങുന്നില്ല, അതിനെ UDF പിന്തുണയ്ക്കുന്നില്ല എന്നാണ്. അങ്ങനെയല്ല പറഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയയിലെ ഈ പറയുന്ന സൈബർ ഗുണ്ടകൾ പ്രചരിപ്പിച്ച അതേ വാക്ക്, അതേ മൂല്യം, അതേ സംസ്കാരം ആവർത്തിക്കുകയാണ് പൊതുവേദിയിൽ. അങ്ങനെയൊക്കെ ആരെങ്കിലും ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിഗതമായ അധപ്പതനമാണ്, അവരുടെ നിലവാരമില്ലായ്മയും അന്തസ്സാര ശൂന്യതയുമാണ് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശൈലജ ടീച്ചർ എന്നല്ല, അത് ഈ ലോകത്തുള്ള ഒരു മനുഷ്യനെക്കുറിച്ചും അത്തരത്തിലുള്ള അവരുടെ വ്യക്തിഗതവും അവരുടെ മാനുഷികവും അവരുടെ സ്വത്വപരവുമായ ഇടങ്ങളിൽ കയറി അതിക്രമം കാണിക്കാൻ ആർക്കും അവകാശമില്ല. അതൊക്കെ നിസ്തർക്കമായൊരു കാര്യമാണ്. നിങ്ങളിനി വടകരയിലെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ, വടകരയിൽ അവിടെ ഒരു ബോംബ് പൊട്ടി പിന്നെ ആളുകൾ മരിക്കുകയുണ്ടായി CPMൻ്റെ പക്ഷത്ത് നിന്ന്. അപ്പോഴാണ് ആ തെരഞ്ഞെടുപ്പ് ഒന്ന് രൂക്ഷമാവുകയും അവിടെ ഒരു UDFന് മേൽക്കൈ വരികയും ചെയ്യുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞ പോൺ വീഡിയോ വിവാദമൊക്കെ രംഗത്ത് വരുന്നത്. അതിനെതിരെ ശൈലജ ടീച്ചർ പിന്നെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ FIR ഇട്ടു എന്നതിലുപരിയായിട്ട് പ്രതികളുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പിന്നെ ഇടപെടലിലേക്കും പോലീസ് ഇതുവരെ കടന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഈ കാഫിർ എന്നൊരു ആരോപണം വരുന്നത്. ഈ കാഫിർ എന്ന ആ കണ്ടന്റും ആ പോസ്റ്ററും ആദ്യമായിട്ട് ആരാണ് പോസ്റ്റ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചും പോലീസ് ഇതുവരെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഈ പറഞ്ഞ കേരള ഭരണമുള്ള CPM, സദയം ഈ രണ്ട് കാര്യത്തിലും ഒരു വ്യക്തത വരുത്തിയാൽ ആരാണ് ഇതിലൊക്കെ അപരാധികളെന്ന് വളരെ കൃത്യമായിട്ട് കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ ഈ പറയപ്പെട്ട ആൾക്ക് ഹരിഹരൻ ഇവിടെ ഒരു അബദ്ധവും പിഴവും ഒരു വീഴ്ചയും അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ട ആ ഖേദപ്രകടനവും മാപ്പ് പറച്ചിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് വാച്ച് ചെയ്യാം ഇനി എന്താ നടക്കാൻ പോകുന്നത് എന്ന്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ആ വേദിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ വേദിയിൽ ഒരു നേതാക്കളും ഇരിപ്പില്ലായിരുന്നു. ഓരോ പ്രാസംഗികനായിട്ട് അവരവരുടെ ഊഴം വരുമ്പോൾ ചെന്ന് കയറി പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു ആ വേദിയുടെ ഇന്നലത്തെ ആ ക്രമീകരണത്തിൻ്റെ സംഘാടനത്തിൻ്റെ ഒരു പശ്ചാത്തലം. അവിടെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പ്രസംഗിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ RMPയുടെ രമയുണ്ട്, വേണുവുണ്ട്, അങ്ങനെയൊക്കെയുള്ള നേതാക്കൾ ഒരുപാട് പ്രസംഗിച്ച് കഴിഞ്ഞ് അവസാന ഊഴക്കാരനായിട്ടാണ് KS ഹരിഹരൻ അവിടെ പ്രസംഗിക്കാൻ എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ തിരുത്തലുണ്ടായില്ല എന്ന് പറയുമ്പോൾ നേതാക്കളൊക്കെ അവരവരുടെ വഴിക്ക് സ്ഥലം വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രസംഗം തന്നെ നടന്നത്. സംസാരിച്ചതിന് ശേഷം ആ വേദിയിൽ ആരും സംസാരിച്ചില്ലേ? സംസാരിച്ചതിന് ശേഷം ജനഗണമനയായിരുന്നോ? അത് അല്ല, ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. പക്ഷേ പിന്നെ ഞാൻ ഇന്നലെ വടകരയിൽ ആ പരിപാടി തുടങ്ങുന്ന സമയത്തുണ്ടായതുകൊണ്ട് ഞാൻ കണ്ട കാഴ്ചയാണ് ഞാനീ പറഞ്ഞത്. അവിടെ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പരിസരത്ത് ആരുമില്ല, വേദിയിൽ അദ്ദേഹം മാത്രമാണ്. പ്രതിപക്ഷ നേതാവ് പിന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ, സംസാരം കഴിഞ്ഞ ഉടനെ തിരുത്താൻ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. ആ ബോധ്യം അദ്ദേഹത്തിന് എവിടുന്നാണ് ഉണ്ടാകുന്നത്? പിന്നെ ആ വാർത്ത അപ്പോൾ അറിഞ്ഞു. ആ പരിപാടി തീരും മുമ്പ് പ്രതിപക്ഷ നേതാവ് അത് അറിഞ്ഞെങ്കിൽ ഈ പറയുന്ന KS ഹരിഹരനോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഫോൺ വിളിച്ച് നിർദ്ദേശിക്കാൻ തിരുത്തൽ ഉണ്ടാകണമെന്ന്, അല്ലെ? പരിപാടി കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ ആവശ്യം ഉയർന്നിരുന്നു എന്ന് പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ അറിഞ്ഞെങ്കിൽ നേരിട്ട് വിളിച്ചു പറയാം, സംഘാടകരെ വിളിച്ചു പറയാം, തിരുത്തിയിട്ട് വേദി വിടണമെന്ന്. അല്ല ഇവിടെ അത് തിരുത്തിയതിന് കാരണം അത് തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള നേതൃതലത്തിലുള്ള എങ്ങനെ ന്യായീകരിക്കും? എന്തെങ്കിലും ന്യായീകരിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ടായിരുന്നു? അതൊക്കെ നിങ്ങൾ അല്ല, ഒരു കാര്യം ഞാൻ മാധുവിനോട് പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ ഉദ്ദേശശുദ്ധിയുള്ള ഒരുപാട് മനുഷ്യരെ സ്ത്രീവിരുദ്ധരാക്കിയിട്ട് നിങ്ങൾക്കൊരു നേട്ടവും നേടാനില്ലല്ലോ മാധു. സ്ത്രീവിരുദ്ധത പറഞ്ഞാൽ പിന്നെ പുണ്യവാന്മാരാക്കാൻ കഴിയുമോ? നിങ്ങൾ പറയരുത്, അങ്ങനെ പറയുന്നത് അത് അനാരോഗ്യകരമാണ്. സ്ത്രീവിരുദ്ധത പറഞ്ഞോ KS ഹരിഹരൻ? സ്ത്രീവിരുദ്ധത പറഞ്ഞാൽ സ്ത്രീവിരുദ്ധനാണ്, പുണ്യവാനല്ല.
അല്ല, ഒരു തർക്കമില്ലല്ലോ. അതിനൊക്കെ ആരെതിർത്തു? ഇവിടെ എല്ലാവരും അതിനോട് യോജിച്ചു എന്ന മട്ടിലൊക്കെ പറയേണ്ടത് CPM-കാരുടെ ബാധ്യതയാവാം. അത് മാധു അതേപടി പ്രതിനിധീകരിക്കരുത്. ഞങ്ങളൊന്നും ഹരിഹരനെ അനുകൂലിക്കുന്നത് പോയിട്ട് അദ്ദേഹത്തെ നിശ്ചിതമായിട്ട് എതിർക്കുകയും അദ്ദേഹത്തിന്റെ നാക്ക് പിഴവോർത്ത് സ്വയം ലജ്ജിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പിന്നെ ഹരിഹരനെ ഇവിടെ കോർട്ട് മാർഷൽ ചെയ്യാനോ മുക്കാലി കെട്ടി അടിക്കാനോ അല്ലെങ്കിൽ പണ്ട് മുഗൾ കൈയടിക്കാനുണ്ടായ ആർജവം തിരുത്താനില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? കൈയടിക്കാനുണ്ടായ ആർജവം തിരുത്താനില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അല്ല, അതൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാ നേതാക്കളും ഇവിടെ പരസ്യമായിട്ട് രംഗത്ത് വന്ന് തിരുത്താൻ വേണ്ടി പറയുകയും തിരുത്തുകയും അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന്റെ മുഖ്യ സംഘാടകനായ കോഴിക്കോട് DCC പ്രസിഡന്റ് രാവിലെ ശരിയാണ്. ഇതൊക്കെ ഏതു സമയത്തെ എന്നാണ് KP നൗഷാദ് ചോദിക്കുന്നത്. ഈ പറയുന്ന സ്ത്രീവിരുദ്ധത, മുറ്റിയ സ്ത്രീവിരുദ്ധത വിളമ്പാനുള്ള ഇടമാണോ UDF-ന്റെ വേദി? ഞാനൊരു കാര്യം പറയട്ടെ. ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ട ആദ്യ സെക്കൻഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയും പോലെ ഈ ഹരിഹരൻ പ്രസംഗിക്കുമ്പോൾ കണ്ണും കാതും കുറിപ്പിച്ച് അതിനെ ഫോളോ ചെയ്ത് ഇരിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല. ആളുകളൊക്കെ ഒരു പരിപാടി അതിൻ്റെ 80% പിന്നിട്ട് കഴിഞ്ഞൊരു പ്രസംഗം നടക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്ന ഒരു പതിവൊന്നും പരിപാടികളിൽ ഉണ്ടാകണമെന്നില്ല. അതിന് മാതൃഭൂമി ചാനൽ നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഏകാഗ്രതയൊക്കെ ഡിസ്ട്രാക്ട് ചെയ്തു പോകും. അത് ബോധ്യപ്പെട്ട് മനസ്സിലായ അടുത്ത നിമിഷം തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഒരടുത്ത നിമിഷവുമില്ല, മണിക്കൂറുകൾക്ക് ശേഷമാണ് തിരുത്തുണ്ടായത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായത്, പിന്നീട് തിരുത്തുണ്ടായത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. അത്രയും നേരം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അപ്പോൾ തന്നെ ഈ പരിപാടി തീരുമ്പോൾ തന്നെ ഇങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് അത് സംഭവിച്ചില്ല, ആ വേദിയിൽ അത് സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങൾ തന്നെ ആണ് ഇതൊക്കെ പറയുന്നത് ശ്രീ KP നൗഷാദ്. അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ സാധിക്കുന്ന ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഹരിഹരൻ അത് ചെയ്തിട്ടുണ്ട് എന്നാണ്. നിങ്ങൾക്ക് സാധിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നേ, കാരണം ബോധ്യം മാറണമല്ലോ. നിങ്ങൾക്ക് സാധിക്കാൻ കുറച്ച് അല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു കുറ്റവാളി വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഞങ്ങൾക്കല്ല, അല്ലല്ല, ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത കുറ്റവാളിയല്ല, സ്വയം ഉണ്ടാക്കിയെടുത്ത കുറ്റമാണ്, സ്വന്തം കമ്മിറ്റ് ചെയ്ത കുറ്റമാണ്. ആർക്കും അതിലൊരു ഉത്തരവാദിത്വമില്ല. കോൺഗ്രസിന് ഇല്ലാത്ത ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എവിടെ നിന്നുണ്ടാവാനാണ്? UDF-നുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എവിടെ നിന്നുണ്ടാവാനാണ്? അല്ല, അപ്പോൾ CPM-നെതിരെ ഉയരുന്ന വിഷയങ്ങളിലേക്ക് CPM ഇന്നത്തെ ഒരു ദിവസം കുറ്റവാളി CPM ആകട്ടെ എന്ന് വിചാരിച്ച് നടന്ന ചർച്ചകളിലാണോ ഇത്രയും കാലം KP നൗഷാദ് അലി പങ്കാളിയായിരുന്നത്? അത് അവനവനെതിരെ വരുമ്പോൾ മാത്രം പെട്ടെന്ന് അങ്ങനെ ഒരു ബോധ്യം? അതല്ല മാധു, അല്ല അങ്ങനെയല്ല മാധു. അങ്ങനെയാണെങ്കിൽ മാധുവിന്, ഞാൻ പറയുന്ന മാധുവിന്റെ വികാരത്തോട് ഐക്യദാർഢ്യപ്പെടുന്ന, മാധുവിന്റെ വാചകങ്ങളെ 80% ശരിവെക്കുന്ന, ഇതിനകത്തുള്ള വികാരവും അതിനകത്തുള്ള പ്രതിഷേധവും ഒക്കെ ചേർന്ന് പോകേണ്ടതാണ് എന്ന് പറയുന്ന ഒരാളും പാർട്ടിയും മുന്നണിയുമാണ് ഞാനും കോൺഗ്രസും UDF-ഉം. നമുക്ക് തമ്മിൽ വ്യത്യസ്തമായൊരു സ്വരം മുഴക്കേണ്ട കാര്യമില്ല. തെറ്റാണ്, വീഴ്ചയാണ്, സംഭവിച്ചു പോയി. ഇനി എന്താ ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ അത് ചെയ്തു. ഇനി കൂടുതൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ച് അതും ചെയ്യാം. ഇതിനപ്പുറത്ത് ഒരു സന്നദ്ധത വേറെ എന്തായാലും ആ പരിപാടിയിൽ അവസാനം സംസാരിച്ചത് ഷാഫിയാണ്. അങ്ങ് പറഞ്ഞതുപോലെ അല്ലല്ല, ഒരു നിമിഷം. ശ്രീ KP നൗഷാദ്, ആ പരിപാടിയിൽ അവസാനം സംസാരിച്ചത് ഷാഫിയാണ്. എന്നിട്ട് അദ്ദേഹം അത് തിരുത്തിയിട്ടില്ല. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ KS ഹരിഹരൻ സംസാരിച്ചതിന് ശേഷം ജനഗണമന പാടി എല്ലാവരും പിരിഞ്ഞു പോവുകയായിരുന്നില്ല. അതിനു മുൻപ് ആ വിഷയം കേരളം മുഴുവൻ അറിയുകയും വിവാദമാവുകയും ചെയ്തിരുന്നു എന്നത് ഞാൻ പറഞ്ഞു പോവുകയും ചെയ്യുന്നു.